ദുരന്തഭൂമിയായി വയനാട്. വയനാട് കള്ളാടി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോഴും ഇന്നലെ രാത്രി വൈകിയും വ്യാപകമായ കാര്യമായ തെരച്ചിലുണ്ടായി. കൂടുതൽ JCBകൾ സ്ഥലത്തെത്തിച്ചു. ഒപ്പം ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യം, NDRF സംഘമടക്കം അവിടെയുണ്ട്. മന്ത്രിമാർ നേതൃത്വം നൽകുന്നുണ്ട്. ഇനി കണക്കനുസരിച്ച് 5 പേരുടെ വിവരം കൂടി ലഭിക്കാനുണ്ട്. ഇവർ മണ്ണടിയിൽ പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടാവർ നായ്ക്കൾ, ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യ ശരീരങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന കടാവർ നായ്ക്കളെയും തെരച്ചിലിന് എത്തിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രിയോടെ പാലത്തിന് മുകളിലെ മണ്ണ് പൂർണ്ണമായി നീക്കാൻ സാധിച്ചു. പ്രദേശത്ത് കടുത്ത നിയന്ത്രണം ഇതിനകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രദേശവാസികളെ മാത്രം കടത്തി വിട്ടുകൊണ്ടുള്ള താൽക്കാലിക ക്രമീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കമ്പനിയുടെ ജീവനക്കാരാണ് ഈ മരണപ്പെട്ടത്. മധ്യപ്രദേശ് സ്വദേശിയായ ചന്ദ്രബാൻ, സിവിൽ ഫോർമാൻ ബീഹാർ സ്വദേശി ബികാഷ് കുമാർ, തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി അൻമോൽ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി സതീശൻ ഇന്ന് ദുരന്ത പ്രദേശത്തേക്ക് എത്തും. മന്ത്രിമാരായ AP അനിൽകുമാറും T സിദ്ദിഖും വയനാട്ടിൽ തുടരുകയാണ്. CB അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഇനിയിപ്പോൾ കണ്ടെത്താനുള്ളത് 5 പേരെയാണല്ലേ? 5 പേരുടെ വിവരങ്ങളാണ് കിട്ടാനുള്ളത്. ഈ 5 പേരും ജീവനക്കാർ തന്നെയാണോ ഈ കമ്പനിയുടെ? നാട്ടുകാർ, അത്തരം ആളുകളൊക്കെ പൂർണ്ണമായും സുരക്ഷിതരാണല്ലോ? ഇപ്പോൾ അനുമോദ് നിൽക്കുന്ന അവിടെ ആ പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴയുണ്ട്. ഇന്നലെയും മഴയുണ്ടായിരുന്നു. മഴ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഒരു പശ്ചാത്തലം ഇന്നലെ മുതലുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. കനത്ത മഴയാണ് ഈ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തെരച്ചിലിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് പറയാം. പലപ്പോഴും മഴ കാരണം ഈ തെരച്ചിൽ പൂർണ്ണമായ തോതിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം മണ്ണ് ഇടിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നലെ രാത്രി വൈകി മണ്ണ് മാറ്റുന്ന നടപടികൾ, ആ പാലത്തിന് മുകളിലെ മണ്ണ് മാറ്റുന്ന നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് പ്രവേശനം ആർക്കുമില്ല. പ്രദേശവാസികൾക്ക് മാത്രമാണ് കർശന ഉപാധികളോടെ അവിടേക്ക് പ്രവേശനമുള്ളത്. മാധ്യമങ്ങൾക്കടക്കം അവിടേക്ക് പൂർണ്ണമായും പ്രവേശനം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധ കാണാതായ 5 പേരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 4 സോണുകളായിട്ടാണ് നടത്തുന്നതെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ അപകടം നടന്ന പ്രദേശത്തിന് ചുറ്റുമുള്ള ഇടങ്ങൾ അത് 4 സോണാക്കി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അതുപോലെ തന്നെ NDRFിൻ്റെയും പോലീസിൻ്റെയും സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിൻ്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും അവരുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു തെരച്ചിൽ നടക്കുന്നത്. 7 മുതൽ 10 അടി വരെ ഉയരത്തിലാണ് മണ്ണ് വീണിട്ടുള്ളത്. ഇത് നീക്കി തിരയുക എന്നുള്ളതാണ് വലിയ ഒരു വെല്ലുവിളി. അതിന് ഈ മഴ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. കാരണം മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ പലയിടങ്ങളിലേക്കും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വലിയ ഹിറ്റാച്ചി ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ തൊഴിലാളികളുടെ ബസ് ആ മണ്ണിനടിയിൽ കുടുങ്ങിയതായിട്ടുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ജീവനക്കാരില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ബസ്സിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കാനായിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് ഇവിടേക്ക് തദ്ദേശവാസികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ആരും തന്നെ ഇതുവരെ പ്രദേശത്തുള്ളവർ ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും കണ്ടെത്തിയിരിക്കുന്നത്. ആരുടെയും ഈ പ്രദേശവാസികളുടെ എല്ലാം തന്നെ വീടുകളിലൊക്കെ പരിശോധന നടത്തുകയും അവിടെ അങ്ങനെ ആരും കാണാതായ വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. അപകട മേഖലയിൽ സ്നിഫർ ഡോഗുകളുടെ സഹായത്തോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. മണ്ണിടിഞ്ഞ പ്രദേശത്തിന് 500 മീറ്റർ ചുറ്റളവിൽ പ്രദേശത്ത് വ്യാപകമായ തെരച്ചിലാണിപ്പോൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സാധ്യതയുള്ള എല്ലായിടങ്ങളിലേക്കും എത്തി പരിശോധന നടത്തുക എന്നുള്ളതാണ്. എന്താണെങ്കിലും കനത്ത നിയന്ത്രണം ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേപ്പാടി ടൗണിലും ബോച്ചെ എസ്റ്റേറ്റ് തുടങ്ങിയ ഈ അപകടം നടന്നതിന് 500 മീറ്റർ പരിധിയിലെല്ലാം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്, മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം ഉച്ചയ്ക്ക് ഇവിടെ എത്തും എന്നുള്ളതാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനവും വിലയിരുത്തലും തുടർ നടപടികളൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ശേഷം വിലയിരുത്തലായിട്ട് ഉണ്ടാകും. വലിയ മഴ പെയ്യുന്നു എന്നുള്ളതാണ്, ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു തെരച്ചിലിനും മറ്റു നടപടികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തീർത്തിരിക്കുന്നത്. രഞ്ജിത്ത്.
ഏതായാലും തിരച്ചിൽ ഇന്നും രക്ഷാദൗത്യമടക്കം തുടരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനുമോദ്, ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുണ്ട്. അവർ 7 പേരാണ് എന്നാണ് കണക്കനുസരിച്ച് മനസ്സിലാകുന്നത്. ഇവരുടെ നില എങ്ങനെയുണ്ട് എന്നുള്ളത് പ്രധാനമാണല്ലോ. 2 പേർക്ക് അതീവ ഗുരുതരാവസ്ഥയിലാണ് 2 പേർ എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെയും ആ വാർത്ത പുറത്തു വന്നിരുന്നു. ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഇവരൊക്കെ മരിച്ചവരൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അന്യസംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയോ? മൃതദേഹങ്ങൾ കൈമാറുന്ന നടപടികൾ അത് വേഗം പൂർത്തിയാകുമെന്ന് കരുതാം. രഞ്ജിത്ത്, 3 പേരുടെ പേരുകൾ മധ്യപ്രദേശ് സ്വദേശിയായ ചന്ദ്രമാൻ, ബീഹാർ സ്വദേശിയായ ബികാഷ് കുമാർ, ജാർഖണ്ഡ് സ്വദേശി അനുമോൾ എന്നിവർ മരണപ്പെട്ട 3 പേര്. അതുപോലെ കാണാതായവരിൽ എല്ലാവരും തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വിക്രം റാണ, ഹിമാചൽ പ്രദേശിലെ രാഹുൽ, ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇമ്രാൻ, പശ്ചിമബംഗാൾ സ്വദേശിയായ രാകേഷ്, ഉത്തർപ്രദേശ് സ്വദേശിയായ അസറുദ്ദീൻ അൻസാരി. ഇവരാണ് ഇനി ഈ 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇതിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എംബാം ചെയ്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ സഹായത്തോടെ വിമാനമാർഗവും അങ്ങനെ സാധ്യമാവുന്ന ദൂരത്ത് വിമാനത്തിലേക്ക് വിമാനമാർഗത്തിലൂടെയും ബാക്കിയുള്ളവരും ട്രെയിൻ വഴിയുമാണ് മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ നിന്നും എംബാം നടപടികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ചികിത്സയിലുള്ളവർ 3 പേരുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നാണ് അറിയാനാകുന്നത്. കാണാതായവരുടെ തെരച്ചിലിനൊപ്പം തന്നെ ഈ രക്ഷപ്പെട്ടവരെ അവരുടെ ജീവൻ നിലനിർത്താനുള്ള പരമാവധി എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താനുള്ള നടപടികൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന് ഇന്നലെ തന്നെ മന്ത്രി എ പി അനിൽകുമാർ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമാണെങ്കിൽ മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അതും പരിശോധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും അപകടത്തിൽ ഈയൊരു കാണാതായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായി ചികിത്സയിലുള്ളവരുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ സാധ്യമായ ശ്രമങ്ങളും നടത്തുക, ഇതിനാണിപ്പോൾ മുൻതൂക്കം നൽകുന്നത്. തെരച്ചിലിനൊപ്പം ഇവരുടെ ചികിത്സ അത് പരമാവധി സാധ്യമായ എല്ലാ ചികിത്സയും നൽകി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് നമുക്ക് ദൃശ്യങ്ങളൊക്കെ വളരെ ഭയാനകരമായ ദൃശ്യങ്ങളാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുതിച്ചു വരുന്ന മണ്ണ്, കിലോമീറ്ററോളം ഉയരത്തിൽ 1/2 കിലോമീറ്ററോളം ഈ മണ്ണും ചെളിയും അടക്കം ഇങ്ങനെ വളരെ ശക്തമായി കുതിച്ചു വന്നു. നിരവധി ആളുകൾ മണ്ണിനടിയിലായി. 5 പേരെക്കുറിച്ച് ഇനി വിവരം കിട്ടാനുണ്ട്. 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനകം 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നേരത്തെ പറഞ്ഞ പോലെ അനുമോദ്, മുഖ്യമന്ത്രി ഇന്ന് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് അദ്ദേഹം എത്തുക എന്ന് മനസ്സിലാകുന്നു. 10:30-ക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക. ഒപ്പം 2 മന്ത്രിമാരുടെ നേതൃത്വമുണ്ട് ഇന്നലെ മുതൽ തന്നെ. ഇന്നലെ സർക്കാർ ആദ്യം തന്നെ വ്യക്തമാക്കിയ കാര്യം, പ്രത്യേകിച്ചും സിദ്ദിഖ് മന്ത്രി വ്യക്തമാക്കിയ കാര്യം മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നുള്ളതാണ്. ഈ കമ്പനിയോട് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന കാര്യം. പക്ഷെ അത് സംഭവിച്ചില്ല. അതിന് ഈ അപകടത്തിന് വലിയ കാരണമായി മരണപ്പെട്ടത് അവരുടെ ജീവനക്കാരും. അത് വളരെ ഗൗരവതരമായ ഒരു സംഗതിയാണ്. ഇവിടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും സർക്കാരിന്. ഇത്തരം കളക്ടറടക്കം ശക്തമായ ഉത്തരവ് നൽകിയിട്ടും അവരുടെ കെടുകാര്യസ്ഥത ഈ അപകടത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. ഒപ്പം മേപ്പാടി ചൂരൽമല പ്രദേശമൊക്കെ ഒറ്റപ്പെട്ട രീതിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരെ മാത്രം കടത്തിവിടുക, അത്തരം കാര്യങ്ങൾ. ഇതൊക്കെ എപ്പോഴേക്ക് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്? ആ നടപടികൾ ഇപ്പോൾ ഏത് ഘട്ടം വരെയായി? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉള്ള പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങൾ. അതായത് ഇവിടെ ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതായിരുന്നു. പക്ഷേ അത് നീക്കം ചെയ്യാത്തതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രധാനമായിട്ടുള്ള വിമർശനം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കരാർ ഏറ്റെടുത്ത ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അവരുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്ത് ഇറക്കിയിരുന്നു. അതിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം കനത്ത മഴയാണ്. അതായത്
അതായത് വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയാണ്. ഇത് പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടെ ഈ ഖനനം ചെയ്യുന്ന വസ്തുക്കൾ അത് അംഗീകൃത മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. കടുത്ത നിയമപാലന നടപടിക്രമം ഉള്ളതിനാൽ പ്രൊജക്റ്റിൽ സാങ്കേതിക വിദ്യയ്ക്കുള്ള പിഴവ് വളരെ കുറവാണെന്ന് അവർ വിശദീകരിക്കുന്നു. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് സർക്കാരിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും, സർക്കാരിൻ്റെ നടപടികൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ വാർത്താക്കുറിപ്പിൽ അവർ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് അവർ പറയുന്നത് സംഭവം ദൗർഭാഗ്യകരമാണ്, പക്ഷേ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട പിഴവുകൾ അവരുടെ ഭാഗത്തുണ്ടായതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമോ അത് അംഗീകരിക്കുന്ന ഒരു സമീപനമോ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ ഈ സുരക്ഷാ ഏജൻസികളുടെയും സംവിധാനങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു വിശദീകരണം മാത്രമാണ് അവർ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന തന്നെ ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നുള്ളതാണ്. അതായത് ആ ഒരു പ്രദേശത്ത് കുന്നുകൂടി കിടന്ന മണ്ണ് അത് അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം ഈ ഒരു മഴക്കാലത്തിൻ്റെ ശക്തമാകുന്ന മഴ വരുമെന്ന സാധ്യത മുന്നിൽ കണ്ടു നൽകിയിരുന്നു. പക്ഷെ അത് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ അത് നടന്നില്ല എന്നുള്ളതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത്. വലിയ ഒരളവിലുള്ള മണ്ണുണ്ട്, അത് നീക്കം ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് പ്രായോഗികമായൊരു പ്രതിസന്ധിയാണ് എന്നുള്ളത് ഇരിക്കുകയും കമ്പനിക്ക് അത് ചെയ്യാനുള്ളൊരു ബാധ്യത കൃത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയബന്ധിതമായിട്ട് അത് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. എന്താണെങ്കിലും ഈ തെരച്ചിൽ പൂർത്തിയായതിനു ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് കുറേ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകുമെന്ന് വേണം കരുതുവാൻ. മാത്രമല്ല ഈ പ്രൊജക്റ്റിനെ കുറിച്ച് തന്നെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലൊക്കെ അക്കാര്യങ്ങളായിരിക്കും ഇനി കൂടുതൽ ചർച്ചയാവുക. എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് ഈ ഒരു എക്സിക്യൂഷനിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. എന്താണെങ്കിലും ഇന്നത്തെ ആദ്യ പ്രഥമ പരിഗണന ഈ ഒരു തെരച്ചിൽ പൂർത്തീകരണത്തിന് തന്നെയാണ്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പൂർത്തീകരിക്കുകയും ഒപ്പം ചൂരൽമലയിലേക്കുള്ള പാത അവിടെ സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്കുള്ള സംവിധാനം ഒരുക്കുക എന്നീ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥരുടെ മുമ്പിലുള്ളത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുശേഷം അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നുള്ളതാണ്, നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. രഞ്ജിത്ത്, ഏതായാലും വലിയൊരു ദുരന്തം, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ മേഖല മുക്തമായിട്ടില്ല. തൽക്കാലം ഇനി ചെയ്യാനുള്ളത് ആ മേഖലയിലെ ഗതാഗതമടക്കം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ, നാട്ടുകാർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. CV അനുമോദാണ് തത്സമയം അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട്ടിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് IC ബാലകൃഷ്ണൻ MLA. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് പിശകില്ലെന്നും MLA വ്യക്തമാക്കി. MLA ശ്രീ IC ബാലകൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. സർ, ഇതൊരു ദുരന്തം വീണ്ടും വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്? ഇതൊരു മനുഷ്യ നിർമ്മിത ദുരന്തമായിട്ടേ കാണാൻ കഴിയുള്ളൂ. കാരണം ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചപ്പോൾ അതിന്റെ ടെക്നിക്കലായ കാര്യങ്ങൾ കമ്പനി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കൂടാതെ ഇവിടുത്തെ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ഗവൺമെന്റും മണ്ണ് നീക്കം ചെയ്യാനും താൽക്കാലികമായി പണി നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് സൂപ്പർവൈസർ പറയുന്നത് 18 പേരാണ് ഇന്ന് തൊഴിലിന് ജോലിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അവർ മസ്റ്റോട് ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ 9 പേരിന്ന് ഇപ്പോൾ മേപ്പാടി മെഡിക്കൽ കോളേജിലുണ്ട്. 3 ബോഡി ലഭിച്ചിട്ടുണ്ട്. അതിന് 12. കൂടാതെ ഇനി 5 പേര്, അവർ കണക്കനുസരിച്ച് 5 പേരെയും കൂടി കാണേണ്ടതുണ്ട്. 2 സർവേമാര്, 2 എഞ്ചിനീയർമാര്, ഒരു ഓപ്പറേറ്റർ. ഇപ്പോ നമ്മളെ ഈ മണ്ണ് മാറ്റണം എന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് തീർച്ചയായും ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്തൊരു ഫാൾട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ മഴ വന്നിട്ട്? ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്ത് ഒരു ഫാൾട്ടും ഇല്ല. ഇത് ജില്ലാ ഭരണകൂടം ഗവൺമെന്റുമായുള്ള ബന്ധപ്പെട്ട കാര്യമല്ല. ഇതൊരു കമ്പനിയാണ്. ആ കമ്പനിയാണ് ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗഹനമായി അതിന്റെ ചർച്ച ചെയ്ത് സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത്. ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ഇടപെട്ടത്. ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട്. ആ ദുരന്തം എന്ന് പറയുന്നത് ഈ പ്രദേശവാസികളുടെ അഭിപ്രായങ്ങൾ, പരാതികൾ മാനിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് യോഗം വിളിച്ച് ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും ഇത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതും. അപ്പോ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ ഗവൺമെന്റോ അല്ല ഇതിന്റെ ഭാഗം.
ഈ കമ്പനിക്കെതിരെ നടപടി എടുക്കുമെന്ന്? അല്ല, അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന്റെ അനുസരിച്ചുള്ള തീരുമാനം എടുക്കുമല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അക്കാര്യത്തെ കുറിച്ച് പരിശോധിക്കപ്പെടുമെന്ന്. അപ്പോൾ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തതനുസരിച്ചുള്ള അതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുക. ആ കാര്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. JCBകളുണ്ട്, ടിപ്പറുണ്ട്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇതൊരു വരുത്തിവെച്ച ദുരന്തം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെയുള്ള മണ്ണ് മാറ്റാൻ ജനങ്ങളും അതുപോലെ തന്നെ സർക്കാരും ആവശ്യപ്പെട്ടിട്ടും ആ കമ്പനി അത് മാറ്റിയില്ല എന്ന് പറയുന്നത്. എന്തായാലും ആ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്.